ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിൽ വറുത്തരച്ച ചക്കക്കുരു കറി ഉണ്ടാക്കാം. അതിനായി ആദ്യം നാളികേരം വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഒരു അരമുറി നാളികേരം ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിനി പാനിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. നാളികേരത്തിൻ്റെ കളറൊക്കെ മാറി ഇതുപോലെ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിനി പൊടികൾ ചേർക്കാം. അതിനു മുന്നേ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിക്കോളൂ. ഇനി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത ശേഷം ഇളക്കി കൊടുത്ത് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പാനിൽ ചൂട് തട്ടി നമ്മൾ ചേർത്ത പൊടികൾ കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. അതല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്താലും മതി. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത നാളികേരം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മിക്സി ജാറിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഇനി നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത ശേഷം ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ എളുപ്പം വേവായി കിട്ടാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 30 എണ്ണത്തോളം ചക്കക്കുരു ഇതുപോലെ നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞെടുത്തത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരു വിസിൽ വരും വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പ്രഷർ ഫുള്ള് പോയി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ചക്കക്കുരു ഇതുപോലെ വേവായിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് വേവായി കഴിഞ്ഞാൽ കറി വയ്ക്കുമ്പോൾ ചക്കക്കുരു പൊടിഞ്ഞു പോകും. അപ്പോൾ കറക്റ്റ് ഇതുപോലെ ഒരു വിസിൽ വരും വരെ വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ചട്ടി ചൂടായി വരുമ്പോൾ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി സവോള കുറച്ചൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സവോളയൊക്കെ നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്കിനി വേവിച്ച് വെച്ച ചക്കക്കുരു ആ വെള്ളത്തേപ്പാട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിനി വറുത്തരപ്പ് ചേർക്കാം. വറുത്തരപ്പ് ചേർത്ത ശേഷം അരപ്പ് കഴുകി 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇത് തിളച്ച് വരുമ്പോൾ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് കൊടുക്കാം. കുറച്ച് സമയം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചാറൊക്കെ കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് കുറുകി വരണമെന്നില്ല കേട്ടോ. ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. മൺചട്ടിയിൽ പാകം ചെയ്തതുകൊണ്ട് കറി തണുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. ഇനി നമുക്ക് താളിച്ച് ചേർക്കണം. അതിനായി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഉണക്കമുളകും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴഞ്ഞ് ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് ചേർക്കാം. വറുത്തരച്ച കറികൾ വെക്കുമ്പോൾ ഇതുപോലെ താളിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി കുറച്ച് സമയം നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല നാടൻ വറുത്തരച്ച ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.